ഭൂമിയിലെ ഏറ്റവും തന്ത്രശാലിയായ മനുഷ്യനും അവൻ്റെ മുട്ടുവിറയ്ക്കുന്ന ചില ജീവിതസന്ധികൾ ഉണ്ടാവാം. എങ്ങനെയാണ് അവനതിനെ നേരിടുന്നത്? അതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള പാഠങ്ങൾ എന്തൊക്കെയാണ്? ജീവസന്ദേശത്തിൻ്റെ ഉൽപ്പത്തി പുസ്തക പഠനത്തിലേക്ക് സ്വാഗതം. തൻ്റെ പിതൃഭവനത്തിലേക്ക് മടങ്ങിപ്പോകുവാനുള്ള യാക്കോബിൻ്റെ തീരുമാനം സ്വർഗത്തെ വളരെയധികം സന്തോഷിപ്പിച്ചു എന്ന് വേണം കരുതുവാൻ. കാരണം യാക്കോബിന് വേണ്ടി ലാബാനോട് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ വാക്കുകളിൽ നിന്ന് അത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഒരു ദൈവഭക്തൻ്റെ ഹൃദയം ഉറപ്പിക്കുന്നതിന് മതിയായ ശക്തമായ താക്കീതാണ് ദൈവം ലാബാന് നൽകുന്നത്. നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. ഉൽപ്പത്തി പുസ്തകം 31-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 32-ാം അധ്യായത്തിൻ്റെ 6 വരെയുള്ള വാക്യങ്ങൾ. ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യാക്കോബ് കഴിഞ്ഞ 20 വർഷങ്ങളായി ഹാരാനിൽ തന്നെ പാർക്കുന്നതായി നാം കാണുന്നു. ഇപ്പോൾ അവൻ വാഗ്ദത്ത നാട്ടിൽ നിന്നും വളരെ വളരെ ദൂരെയാണ്. ഈ കാലത്തിനിടയ്ക്ക് അവന് കുടുംബവും കുട്ടികളുമായി. ഈ കുട്ടികൾ ഇസ്രായേലിലെ 12 ഗോത്രങ്ങൾക്കും തലവന്മാരാകേണ്ടവരാണ്. അവർ ലോകത്തിന് അനുഗ്രഹമാകേണ്ടവരുമാണ്. എന്നാൽ അരാമ്യനായ ലാബാൻ്റെ കുടുംബത്തിൻ്റെ സ്വാധീനം യാക്കോബിനും അവൻ്റെ മക്കൾക്കും അനുയോജ്യമായിരുന്നില്ല. അതുകൊണ്ട് യാക്കോബിനെ ആ ദേശത്തു നിന്നും വെളിയിൽ കൊണ്ടുവരുവാൻ ദൈവം തീരുമാനിച്ചു. അങ്ങനെ ദൈവത്തിൻ്റെ അരുളപ്പാടനുസരിച്ച് വാഗ്ദത്ത നാട്ടിലേക്ക് തിരികെ പോകുവാൻ യാക്കോബ് ഒരുങ്ങുകയാണിപ്പോൾ. ഉൽപ്പത്തി പുസ്തകം 31-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം വരെയാണല്ലോ നാം ചിന്തിച്ചത്. 17 മുതൽ നാം പഠിക്കുമ്പോൾ ഈ അധ്യായത്തിൻ്റെ, അതായത് 31-ാം അധ്യായത്തിൻ്റെ ഒടുവിൽ വരെയുള്ള വിഷയങ്ങളെ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കുവാനായിട്ട് സാധിക്കും. 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, അങ്ങനെ യാക്കോബ് എഴുന്നേറ്റ് തൻ്റെ ഭാര്യമാരെയും പുത്രന്മാരെയും ഒട്ടകപ്പുറത്ത് കയറ്റി തൻ്റെ കന്നുകാലികളെയൊക്കെയും താൻ സമ്പാദിച്ച സമ്പത്തൊക്കെയും താൻ പദ്ദൻ അരാമിൽ സമ്പാദിച്ച മൃഗസമ്പത്തൊക്കെയും ചേർത്തുകൊണ്ട് കനാൻ ദേശത്ത് തൻ്റെ അപ്പനായ ഇസഹാക്കിൻ്റെ അടുക്കൽ പോകുവാൻ പുറപ്പെട്ടു. ലാബാൻ തൻ്റെ ആടുകളെ രോമം കത്രിപ്പാൻ പോയിരുന്നു. റാഹേൽ തൻ്റെ അപ്പനുള്ള ഗ്രഹവിഗ്രഹങ്ങളെ മോഷ്ടിച്ചു. യാക്കോബ് എഴുന്നേറ്റ് എത്രയും പെട്ടെന്ന് അവിടെ നിന്നും യാത്രയാകുന്നു. വർഷങ്ങൾക്ക് മുൻപ് തൻ്റെ ജ്യേഷ്ഠനായ ഏശാവിൽ നിന്നും രക്ഷപ്പെട്ട് ഓടുമ്പോഴും ഇതേ കാര്യമാണ് യാക്കോബ് ചെയ്തത്. ഇപ്പോൾ യാക്കോബ് തൻ്റെ അമ്മാവനെ വിട്ടോടിപ്പോകുവാൻ ഒരുങ്ങുന്നു. അവൻ്റെ കന്നുകാലികളും ദാസീദാസന്മാരും എല്ലാം പുറപ്പെടുവാൻ തയ്യാറായി കഴിഞ്ഞു. എന്നാൽ ഇവിടെ മറ്റൊരു കാര്യം സംഭവിക്കുന്നു. ശ്രദ്ധിച്ചോ? റാഹേൽ തൻ്റെ അപ്പനുള്ള ഗ്രഹവിഗ്രഹങ്ങളെ മോഷ്ടിച്ചു. ഒരു കാര്യം ഇതിൽ നിന്ന് വ്യക്തമാണ്. ഇതുപോലെയുള്ള വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന ഒരു ചുറ്റുപാടിലായിരുന്നു റാഹേലും ലേയയും വളർത്തപ്പെട്ടത്. എന്നാൽ യാക്കോബിൻ്റെ പുത്രന്മാർ അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ വളർത്തപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. എന്നാൽ അവിടെ നിന്ന് പുറപ്പെട്ടു പോകുമ്പോൾ തൻ്റെ ദൈവത്തെ കൂടെ കൊണ്ടുപോകണം എന്നൊരു ആഗ്രഹം റാഹേലിനുണ്ടായി. അതിനുവേണ്ടി റാഹേൽ അപ്പൻ്റെ ഗ്രഹബിംബങ്ങളെ മോഷ്ടിക്കുന്നു. മണ്ടത്തരമെന്നല്ലാതെ എന്തു പറയാനല്ലേ? ഇന്നും അനേകരും ഇതുപോലെ പ്രവർത്തിക്കുന്നത് കാണാറുണ്ട്. തൻ്റെ ഭവനത്തിൽ നിന്ന് വർഷങ്ങൾക്ക് മുൻപ് ഓടിപ്പോരുമ്പോൾ യാക്കോബ് ചിന്തിച്ചതും ഇതുതന്നെയായിരുന്നു. അവൻ പിതാവിൻ്റെ ഭവനത്തിൽ നിന്നും ഓടിപ്പോകുമ്പോൾ തൻ്റെ പിതാവിൻ്റെ ദൈവത്തിൽ നിന്നും ഓടി അകലാനാണ് അവൻ അന്ന് ശ്രമിച്ചത്. എന്നാൽ ബേഥേലിൽ ദൈവം അവന് പ്രത്യക്ഷനായി. ദൈവം ഇവിടെയും വന്നോ എന്ന് അവൻ അവിടെ ചോദിക്കുന്ന ചോദ്യം ഓർക്കുന്നില്ലേ?
ദൈവത്തിൽ നിന്നും ഓടിയൊളിക്കുവാൻ സാധ്യമല്ലെന്ന് യാക്കോബ് അന്ന് മനസ്സിലാക്കി. നിങ്ങൾ ചന്ദ്രനിൽ പോയാലും ചൊവ്വയിൽ പോയാലും സൂര്യനിൽ പോയാലും എവിടെ പോയാലും ദൈവത്തിൽ നിന്നും ഓടിയൊളിക്കുവാൻ സാധ്യമല്ല സുഹൃത്തെ. പലരും ദൈവത്തെയും കൊണ്ടാണ് ആരാധിക്കുവാൻ പോകുന്നത്. എന്നാൽ ഒരു കാര്യം ഓർക്കണം, നിങ്ങൾക്ക് കൊണ്ട് നടക്കാവുന്നവനല്ല ജീവനുള്ള സത്യദൈവം. ഒരുപക്ഷെ നിങ്ങളുടെ സൗകര്യത്തിന് നിങ്ങൾ ഉണ്ടാക്കുന്ന ദൈവത്തെ കൊണ്ട് നടക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞേക്കാം. എന്നാൽ അത് ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവമല്ല. ലാബാൻ തൻ്റെ ആടുകളെ രോമം കത്രിപ്പാൻ പോകുന്നതുവരെ യാക്കോബ് കാത്തിരുന്നു. ചിലപ്പോൾ വീട്ടിൽ നിന്നും കുറച്ച് ദൂരെ ആയിരുന്നിരിക്കും ലാബാൻ പോയിരിക്കുന്നത്. യോർദാൻ നദിയുടെ കിഴക്കായിരുന്നു ഈ പറഞ്ഞ സ്ഥലം. ലാബാൻ വിവരം അറിഞ്ഞപ്പോഴേക്കും യാക്കോബും കൂട്ടരും നല്ല ദൂരം പോയി കഴിഞ്ഞിരുന്നു എന്ന് ഈ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാം. 31-ാം അധ്യായത്തിൻ്റെ 22-ഉം 23-ഉം വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, യാക്കോബ് ഓടിപ്പോയി എന്ന് ലാബാന് 3-ാം ദിവസം അറിവ് കിട്ടി. ഉടനെ അവൻ തൻ്റെ സഹോദരന്മാരെ കൂട്ടിക്കൊണ്ട് 7 ദിവസത്തെ വഴി അവനെ പിന്തുടർന്നു. ഗിലെയാദ് പർവ്വതത്തിൽ അവനോടൊപ്പം എത്തി. നോക്കണേ, ഇതിനോടകം എന്തുമാത്രം ദൂരത്തിലാണ് യാക്കോബ് എത്തിയിരിക്കുന്നത്. യാക്കോബിനോടൊപ്പം എത്തുവാൻ ലാബാനും കൂട്ടർക്കും കഴിഞ്ഞത് അവർ അത്രയും വേഗത്തിൽ സഞ്ചരിച്ചത് കൊണ്ടായിരുന്നിരിക്കും. യാക്കോബിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും നല്ല കാര്യം ചിന്തിച്ചു കൊണ്ടല്ല ലാബാൻ വരുന്നത് എന്നുള്ളത് തീർച്ചയാണ്. അവനെ കൊല്ലുവാൻ തക്കവണ്ണം കോപത്തോടെയാണ് ലാബാൻ വരുന്നത്. അതിന് പ്രത്യേക കാരണമൊന്നും വേണമെന്നില്ലല്ലോ. ഇല്ലെങ്കിൽ അവൻ കാരണമുണ്ടാക്കിക്കൊള്ളും. അതാണ് ലാബാൻ. എന്നാൽ ദൈവം ഈ കാര്യത്തിൽ ഇടപെടുന്നത് 24-ാം വാക്യത്തിൽ നാം കാണുന്നു. എന്നാൽ ദൈവം രാത്രി സ്വപ്നത്തിൽ അരാമ്യനായ ലാബാൻ്റെ അടുക്കൽ വന്ന് അവനോട്, നീ യാക്കോബിനോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും പറയാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക എന്ന് കൽപ്പിച്ചു. ഇതിൻ്റെ അർത്ഥം, ലാബാനെ, നീ പറയുന്നതും ചെയ്യുന്നതുമൊക്കെ വളരെ സൂക്ഷിച്ചു വേണം, വെറുതെ യാക്കോബിനോട് കയറി വഴക്കിടരുത് എന്നാണ് ദൈവം പറയുന്നത്. നമ്മൾ തെറ്റിപ്പോയാലും ദൈവം നമ്മെ എത്ര ആർദ്രതയോടെയാണ് കരുതുന്നത് എന്നോർക്കണം. 25-ാം വാക്യത്തിൽ നാം കാണുന്നത്, ലാബാൻ യാക്കോബിനോടൊപ്പം എത്തി. യാക്കോബ് പർവ്വതത്തിൽ കൂടാരം അടിച്ചിരുന്നു. ലാബാനും തൻ്റെ സഹോദരന്മാരുമായി ഗിലെയാദ് പർവ്വതത്തിൽ കൂടാരം അടിച്ചു. ലാബാൻ പറയുന്നത് ശ്രദ്ധിക്കുക. അവനൊരു കൗശലക്കാരനായ വ്യക്തിയാകുന്നു എന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞല്ലോ. അവൻ തീ തുപ്പിക്കൊണ്ടാണ് വന്നത്. അതെ, യാക്കോബ് കൊണ്ടുപോകുന്ന സകലതും തിരികെ പിടിച്ചു കൊണ്ടുപോകുക എന്നതായിരുന്നു ലാബാൻ്റെ ഉദ്ദേശം. ഒരുപക്ഷെ യാക്കോബിനെ കൊന്നിട്ട് തൻ്റെ 2 പെൺമക്കളെയും അവരുടെ കുട്ടികളെയും തിരികെ കൊണ്ടുപോകുവാനും അവന് പദ്ധതി ഉണ്ടായിരുന്നിരിക്കണം, സംശയമില്ല. 26-ഉം 27-ഉം വാക്യങ്ങളിൽ ലാബാൻ യാക്കോബിനോട് പറഞ്ഞത്, നീ എന്നെ ഒളിച്ചു പൊയ്ക്കളയുകയും എൻ്റെ പുത്രിമാരെ വാളാൽ പിടിച്ചവരെ പോലെ കൊണ്ടുപോകുകയും ചെയ്തത് എന്ത്? നീ എന്നെ തോൽപ്പിച്ച് രഹസ്യമായിട്ട് ഓടിപ്പോകുകയും ഞാൻ സന്തോഷത്തോടും സംഗീതത്തോടും മുരജത്തോടും വീണയോടും കൂടെ നിന്നെ അയപ്പാൻ തക്കവണ്ണം എന്നെ അറിയിക്കാതിരിക്കുകയും എൻ്റെ പുത്രന്മാരെയും പുത്രിമാരെയും ചുംബിപ്പാൻ എനിക്കിട തരാതിരിക്കുകയും ചെയ്തത് എന്ത്? ഭോഷത്വമാകുന്നു നീ ചെയ്തത്. ഈ ലാബാനമാവൻ എത്ര വിദഗ്ധമായിട്ടാണ് കാര്യം അവതരിപ്പിക്കുന്നത് എന്ന് ശ്രദ്ധിച്ചോ? ഒരു യഥാർത്ഥ തന്ത്രശാലി. അവർ യാക്കോബിന് നൽകാനിരുന്ന വലിയ യാത്രയയപ്പ് സമ്മേളനം കൈവിട്ട് കളഞ്ഞതിൽ യാക്കോബിന് കുറ്റബോധമുണ്ടാകത്തക്കവണ്ണമാണ് ഇപ്പോൾ ലാബാൻ സംസാരിക്കുന്നത്. മോനെ, ഞാൻ എന്തൊക്കെ തരുവാനാണ് പരിപാടി ഇട്ടിരുന്നത് എന്ന് നിനക്കറിയാമോ? എത്ര ഗംഭീരമായിട്ടാണ് ഞാൻ നിങ്ങളെ യാത്ര അയക്കുവാൻ താല്പര്യപ്പെട്ടത്. ലാബാൻ പറഞ്ഞത് വാസ്തവമായിരുന്നോ എന്ന് ഞാൻ സംശയിക്കുന്നു. തുടർന്ന് അവൻ വളരെ ഹൃദയസ്പർശിയായിട്ട് സംസാരിക്കുന്നതാണ് നാം കാണുന്നത്. എൻ്റെ പുത്രന്മാരെയും പുത്രിമാരെയും ചുംബിപ്പാൻ എനിക്കിട തരാതിരിക്കുകയും ചെയ്തത് എന്ത്? ഭോഷത്വമാകുന്നു നീ ചെയ്തത് എന്ന്. ഇവിടെ പുത്രന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത് കൊച്ചുമക്കളുടെ കാര്യമാണ്. പിന്നീട് ലോകചരിത്രത്തിൽ അവർ വളരെ ഉന്നതന്മാരാകുവാൻ പോകുന്നവരാണ്. ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങളുടെ പിതാക്കന്മാർ. 29-ാം വാക്യത്തിൽ
ലാബാൻ പറയുന്നു, നിങ്ങളോട് ദോഷം ചെയ്യുവാൻ എൻ്റെ പക്കൽ ശക്തിയുണ്ട്, എങ്കിലും നീ യാക്കോബിനോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും ചെയ്യാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക എന്ന് നിങ്ങളുടെ പിതാവിൻ്റെ ദൈവം കഴിഞ്ഞ രാത്രി എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. ദ്രോഹിക്കുവാൻ മാത്രമാണ് ലാബാൻ ഒരുങ്ങി വന്നത് എന്നത് വ്യക്തമാണ്. പക്ഷേ അവൻ എന്തെങ്കിലും ദ്രോഹം ചെയ്യുന്നതിൽ നിന്നും ദൈവം അവനെ വിലക്കി. എന്നിട്ട് അവൻ പറയുന്നു 30-ാം വാക്യത്തിൽ, ആകട്ടെ നിൻ്റെ പിതൃഭവനത്തിനായുള്ള അതിവാഞ്ചയാൽ നീ പുറപ്പെട്ടു പോന്നു, എന്നാൽ എൻ്റെ ദേവന്മാരെ മോഷ്ടിച്ചത് എന്തിന്? ഇപ്പോൾ ഇതാ ലാബാൻ മോഷ്ടിക്കപ്പെട്ട ദേവന്മാരെക്കുറിച്ച് അന്വേഷിക്കുന്നു. റാഹേൽ വിഗ്രഹങ്ങളെ മോഷ്ടിച്ചത് പാവം യാക്കോബ് അറിഞ്ഞതേയില്ല. അതുകൊണ്ട് തന്നെ യാക്കോബ് മറുപടി പറയുമ്പോൾ ലാബാനോട് അറിയിക്കാതെ ഓടിപ്പോന്നതിനുള്ള വിശദീകരണം മാത്രമേ നൽകുന്നുള്ളൂ എന്ന് 31-ാം വാക്യത്തിൽ നാം കാണുന്നു. 31-ാം വാക്യത്തിൽ യാക്കോബ് പറയുകയാണ്, യാക്കോബ് ലാബാനോട്, പക്ഷേ നിന്റെ പുത്രിമാരെ നീ എൻ്റെ പക്കൽ നിന്ന് അപഹരിക്കും എന്ന് ഞാൻ ഭയപ്പെട്ടു. തൻ്റെ ഭാര്യമാരെയും തൻ്റെ കുടുംബത്തെയും തനിക്കുള്ള മറ്റു വകകളെയും കൊണ്ടുപോകുവാൻ ലാബാൻ തന്നെ അനുവദിക്കുകയില്ല എന്ന് യാക്കോബ് ഭയപ്പെട്ടു. കാരണം കഴിഞ്ഞ നീണ്ട 20 വർഷങ്ങൾ ലാബാൻ്റെ ഭവനത്തിൽ താമസിച്ചതിൽ നിന്നും അയാൾ എത്രമാത്രം തന്ത്രശാലിയാണെന്ന് യാക്കോബ് മനസ്സിലാക്കിയിരുന്നു. തുടർന്ന് മോഷ്ടിക്കപ്പെട്ടു എന്ന് പറഞ്ഞിരിക്കുന്ന വിഗ്രഹങ്ങളെക്കുറിച്ച് യാക്കോബ് മറുപടി പറയുന്നത് 32-ാം വാക്യത്തിൽ ശ്രദ്ധിച്ചാട്ടെ. എന്നാൽ നീ ആരുടെ പക്കലെങ്കിലും നിൻ്റെ ദേവന്മാരെ കണ്ടാൽ അവൻ ജീവനോടിരിക്കരുത്. എൻ്റെ പക്കൽ നിൻ്റെ വക വല്ലതുമുണ്ടോ എന്ന് നീ നമ്മുടെ സഹോദരന്മാർ കാണെ നോക്കിയെടുക്ക എന്നുത്തരം പറഞ്ഞു. റാഹേൽ അവയെ മോഷ്ടിച്ചത് യാക്കോബ് അറിഞ്ഞില്ല. ഈ പറഞ്ഞ ഗ്രഹവിഗ്രഹങ്ങൾ ലാബാൻ്റെ പക്കൽ നിന്ന് ആരും മോഷ്ടിച്ചിരിക്കുകയില്ല എന്ന് യാക്കോബിന് ഉറപ്പുണ്ടായിരുന്നു. യാക്കോബ് ലാബാനെ വിശ്വസിച്ചില്ല. തിരിച്ച് ലാബാനും അവർക്ക് അന്യോന്യം ഒരു മതിപ്പും വിശ്വാസവുമില്ലായിരുന്നു. നല്ല ഒന്നാന്തരം അമ്മായിപ്പനും മരുമകനും അല്ലേ? തമ്മിൽ വിശ്വാസമില്ലാതെ ഒരുമിച്ച് ജീവിക്കുന്നതും പ്രവർത്തിക്കുന്നതും എത്ര ദുഷ്കരമാണല്ലേ? 33 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, അങ്ങനെ ലാബാൻ യാക്കോബിൻ്റെ കൂടാരത്തിലും ലേയയുടെ കൂടാരത്തിലും 2 ദാസിമാരുടെ കൂടാരത്തിലും ചെന്ന് നോക്കി, ഒന്നും കണ്ടില്ല താനും. അവൻ ലേയായുടെ കൂടാരത്തിൽ നിന്നിറങ്ങി റാഹേലിൻ്റെ കൂടാരത്തിൽ ചെന്ന്, എന്നാൽ റാഹേൽ വിഗ്രഹങ്ങളെ എടുത്ത് ഒട്ടകക്കോപ്പിനകത്തിട്ട് അതിന്മേലിരിക്കുകയായിരുന്നു. ലാബാൻ കൂടാരത്തിലൊക്കെയും തിരഞ്ഞു നോക്കി, കണ്ടില്ല താനും. അവൾ അപ്പനോട്, യജമാനൻ കോപിക്കരുതേ, നിൻ്റെ മുമ്പാകെ എഴുന്നേൽപ്പാൻ എനിക്ക് കഴിവില്ല, സ്ത്രീകൾക്കുള്ള മുറ എനിക്ക് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ശോധന കഴിച്ചു, ഗ്രഹവിഗ്രഹങ്ങളെ കണ്ടില്ല താനും. തൻ്റെ പെൺകുട്ടികളിൽ ഒരുവളുടെ കൈവശം അതുണ്ടായിരിക്കുമെന്ന് തന്നെയാണ് ലാബാൻ കരുതിയത്. ഏതായാലും റാഹേൽ മഹാകൗശലക്കാരിയായിരുന്നു. അത് അങ്ങനെയല്ലേ വരൂ. എല്ലാവിധത്തിലും അവളുടെ അപ്പൻ്റെ മകൾ തന്നെയല്ലേ അവൾ. അവൾ ആ വിഗ്രഹങ്ങളെടുത്ത് ഒട്ടകക്കോപ്പിനകത്തിട്ടു. ഈ ഒട്ടകക്കോപ്പ് ഒട്ടകത്തിൻ്റെ പുറത്ത് വെച്ചുകൊണ്ട് യാത്ര ചെയ്തിരുന്നതാണ്. അവൾ ആ പെട്ടിയുടെ പുറത്ത് കയറി ഇരുന്നു. എന്നിട്ട് അതിനുശേഷം അപ്പനോട് പറയുന്ന ആ ഉപാധി ശ്രദ്ധിച്ചോ. ഇവിടെ ഈ കുടുംബത്തെക്കുറിച്ച് നമുക്കൊരു ഏകദേശ ചിത്രം ലഭിക്കുന്നുണ്ട്. എല്ലാവരുടെയും വായിൽ നിന്നും കള്ളം മാത്രം വരുന്ന ഒരു കുടുംബം, ആരും ആരെയും വിശ്വസിക്കാത്ത കുടുംബം, അന്യോന്യം വഞ്ചിക്കുകയല്ലാതെ വേറൊരു ലക്ഷ്യവും അവർക്കില്ല എന്നതുപോലെ തോന്നുന്നില്ലേ? ഈ വിഗ്രഹങ്ങളെ മോഷ്ടിച്ചത് നാം ചിന്തിക്കുന്നതിനേക്കാൾ വലിയ ഗൗരവമായ പ്രത്യാഘാതങ്ങൾ ഉളവാക്കുന്നു. ഇവയെ ആരാധിക്കുമെന്നോ ഇവ ഉരുക്കി വിറ്റ് പണമുണ്ടാക്കുമെന്നോ ഒന്നുമല്ല ഇവിടുത്തെ പ്രശ്നം. അവരുടെ ആചാരമനുസരിച്ച് ആ കുടുംബത്തിലെ ഗ്രഹവിഗ്രഹങ്ങൾ ആരുടെ കൈവശമാകുന്നുവോ ആ വ്യക്തി ആയിരിക്കും ആ ഭവനത്തിൻ്റെ നായകൻ. എന്ന് പറഞ്ഞാൽ ഈ ഗ്രഹവിഗ്രഹം റാഹേലിൻ്റെ കയ്യിൽ ഇരിക്കുക മൂലം ലാബാനുള്ളതെല്ലാം യാക്കോബ് അവകാശമാക്കുവാൻ പോകുകയാണ്. അവരുടെ നിയമപ്രകാരം യാക്കോബ് ആയിരിക്കും ആ കുടുംബത്തിൻ്റെ അവകാശി. അതാണ് ലാബാനെ അധികം അസ്വസ്ഥനാക്കിയത്.
യാക്കോബിന് തൻ്റെ എസ്റ്റേറ്റും സ്വത്തുക്കളും എല്ലാം ലഭിക്കരുത് എന്നായിരുന്നു ലാബാൻ്റെ ഒരേ ഒരു ചിന്ത. കാരണം അവന് ലഭിക്കാവുന്നതിലും കൂടുതൽ ലഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. തനിക്കും പുത്രന്മാരുണ്ടല്ലോ, ഇനി തനിക്കുള്ളതെല്ലാം തൻ്റെ പുത്രന്മാർക്കുള്ളതാണ്. അവർക്ക് വിഗ്രഹങ്ങളെ കണ്ടെത്തുവാൻ കഴിയാതെ വന്നപ്പോൾ യാക്കോബിന് അല്പം ധൈര്യമായി. മാത്രമല്ല, അവ അവിടെങ്ങും ഇല്ല എന്ന് യാക്കോബിന് ഉറപ്പുണ്ടായിരുന്നു. തൻ്റെ പുറകെ വന്ന് ഭീഷണിപ്പെടുത്തിയ അമ്മായപ്പനെ ശാസിക്കുവാനും യാക്കോബ് മറന്നില്ല. 36-ാം വാക്യത്തിൽ അതാണ് കാണുന്നത്. അപ്പോൾ യാക്കോബിന് കോപം ജ്വലിച്ചു. അവൻ ലാബാനോട് വാദിച്ചു. യാക്കോബ് ലാബാനോട് പറഞ്ഞത് എന്തെന്നാൽ, എൻ്റെ കുറ്റം എന്ത്? നീ ഇത്ര ഉഗ്രതയോടെ എൻ്റെ പിന്നാലെ ഓടി വരേണ്ടതിന് എൻ്റെ തെറ്റ് എന്ത്? ഇപ്പോൾ യാക്കോബ് അവൻ്റെ പരാതി പുറത്തു പറയുന്നു. മറ്റൊരർത്ഥത്തിൽ കാർക്കശ്യ കോളേജിൽ നിന്നും വിജയകരമായി യാക്കോബ് പുറത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ അവൻ്റെ ബിരുദം ലഭിക്കാനുള്ള സമയമായി. 38-ാം വാക്യത്തിൽ നാം കാണുന്നത്, ഈ 20 സംവത്സരം ഞാൻ നിൻ്റെ അടുക്കൽ പാർത്തു. നിൻ്റെ ചെമ്മരിയാടുകൾക്കും കോലാടുകൾക്കും ജനനാശം വന്നിട്ടില്ല. നിൻ്റെ കൂട്ടത്തിലെ ആട്ടുകൊറ്റന്മാരെ ഞാൻ തിന്നുകളഞ്ഞിട്ടുമില്ല. എല്ലാറ്റിനും കൃത്യമായ കണക്ക് ലാബാൻ സൂക്ഷിച്ചിട്ടുണ്ടാവണം. താൻ കഴിച്ച ഭക്ഷണത്തിന് പോലും യാക്കോബ് വില നൽകിയിട്ടുണ്ടാവും എന്നാണ് ഇവിടുത്തെ ധ്വനി. 39-ാം വാക്യത്തിൽ നാം കാണുന്നത്, ദുഷ്ടമൃഗം കടിച്ചു കീറിയതിനെ നിൻ്റെ അടുക്കൽ കൊണ്ടുവരാതെ ഞാൻ അതിന് ഉത്തരവാദിയായിരുന്നു. പകൽ കളവ് പോയതിനെയും രാത്രി കളവ് പോയതിനെയും നീ എന്നോട് ചോദിച്ചു. എന്തൊരു ഭയങ്കരമല്ലേ! ഒരു മൃഗം മോഷണം പോകുകയോ വന്യമൃഗങ്ങൾ കടിച്ചു കീറുകയോ ചെയ്തിട്ടുള്ളപ്പോഴൊക്കെ യാക്കോബ് അതിന് വില കൊടുക്കേണ്ടി വന്നിരുന്നു. ഇന്നും ഇത്തരം കഠിന ഹൃദയരായ മുതലാളിമാരെ കാണാം. വീട്ടുജോലിക്കാർ എന്തെങ്കിലും ഒരു ചെറിയ നഷ്ടം വരുത്തിയാൽ പോലും അവരിൽ നിന്നും അത് ഈടാക്കുന്ന വീട്ടുടമസ്ഥകൾ ലാബാൻ്റെ അനുയായികളാണവർ. 40-ാം വാക്യത്തിൽ നാം കാണുന്നത്, ഇങ്ങനെയായിരുന്നു എൻ്റെ വസ്തുത. പകൽ വെയിൽ കൊണ്ടും രാത്രി ശീതം കൊണ്ടും ഞാൻ ക്ഷയിച്ചു. എൻ്റെ കണ്ണിന് ഉറക്കമില്ലാതെയായി. വേനൽക്കാലത്ത് പോലും അവനൊരു അവധി ലഭിച്ചിരുന്നില്ല. ശീതകാലത്ത് യാക്കോബ് ആടുകളോടും കന്നുകാലികളോടും കൂടെ വെളിയിൽ കിടക്കണമായിരുന്നു. ഉറക്കമില്ലാത്ത രാത്രികൾ. പാവം യാക്കോബ്. 41-ാം വാക്യത്തിൽ നാം കാണുന്നത്, ഈ 20 സംവത്സരം ഞാൻ നിൻ്റെ വീട്ടിൽ പാർത്തു. 14 സംവത്സരം നിൻ്റെ 2 പുത്രിമാർക്കായിട്ടും 6 സംവത്സരം നിൻ്റെ ആട്ടിൻകൂട്ടത്തിനായിട്ടും നിന്നെ സേവിച്ചു. 10 പ്രാവശ്യം നീ എൻ്റെ പ്രതിഫലം മാറ്റി. യഥാർത്ഥത്തിൽ യാക്കോബിന് സംഭവിച്ചത് ഈ പറഞ്ഞതാണ്. അവൻ വളരെ കൗശലക്കാരനായിരുന്നു. തൻ്റെ കൗശലം കൊണ്ട് പലതും നേടാമെന്ന് തന്നെയാണ് യാക്കോബ് കരുതിയത്. എന്നാൽ ദൈവം അതിനവനെ അനുവദിച്ചില്ല. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യുമെന്നത് ദൈവിക പ്രമാണമാണ്. പാപം കൊണ്ട് രക്ഷപ്പെടാം എന്ന് നാം ഒരിക്കലും കരുതരുത്. 42-ാം വാക്യത്തിൽ നാം കാണുന്നത്, എൻ്റെ പിതാവിൻ്റെ ദൈവമായി അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ഭയവുമായവൻ എനിക്ക് ഇല്ലാതിരുന്നു എങ്കിൽ നീ ഇപ്പോൾ എന്നെ വെറുതെ അയച്ചു കളയുമായിരുന്നു. ദൈവം എൻ്റെ കഷ്ടതയും എൻ്റെ കൈകളുടെ പ്രയത്നവും കണ്ട് കഴിഞ്ഞ രാത്രി ന്യായം വിധിച്ചു. ഒരു കോടതിയിൽ എന്ന പോലെ യാക്കോബ് തൻ്റെ പരാതികൾ പറഞ്ഞു. ഇപ്പോൾ അവൻ ലാബാനെ വിട്ടുപോവുകയാണ്. അവർ അന്യോന്യം വിട പറയുന്നു. ഒരു ഉടമ്പടിയും ഉണ്ടാക്കുന്നു. യാക്കോബ് ഒരു കല്ല് തൂണായി നിർത്തുന്നു. എന്നിട്ടൊരു കൽക്കൂന ഉണ്ടാക്കി ഒരു ഉടമ്പടി ഉണ്ടാക്കുന്നു. ഇത് രസകരമായ ഒരു ഉടമ്പടി തന്നെയാണ്. 48-ാം വാക്യം, ഈ കൂമ്പാരം ഇന്ന് എനിക്കും നിനക്കും മധ്യേ സാക്ഷി എന്ന് ലാബാൻ പറഞ്ഞു. അതുകൊണ്ട് അതിന് ഗലേദ് എന്നും മിസ്പ അഥവാ കാവൽ മാടം എന്നും പേരായി. നാം തമ്മിൽ അകന്നിരിക്കുമ്പോൾ യഹോവ എനിക്കും നിനക്കും നടുവേ കാവലായിരിക്കട്ടെ. യഹോവ എനിക്കും നിനക്കും നടുവേ കാവലായിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ, നീ ഇനിമേലിൽ എൻ്റേത് ഒന്നും മോഷ്ടിക്കാതിരിക്കുവാൻ ദൈവം തൻ്റെ ദൃഷ്ടി നിൻ്റെ മേൽ വയ്ക്കട്ടെ എന്നത്രേ. നല്ല ഒന്നാന്തര ഉടമ്പടിയല്ലേ. ഈ ഉടമ്പടിക്ക് ശേഷം അവർ തമ്മിൽ പിരിഞ്ഞു. മിസ്പയിലെ ആ കൽക്കൂമ്പാരം ലാബാനും യാക്കോബും തമ്മിലുള്ള ഒരു അതിരായി, ഒരു
ബൗണ്ടറിയായി രണ്ടുപേരും കണ്ടു. ആ അതിർ ലംഘിക്കുകയില്ലെന്നവർ തമ്മിൽ സമ്മതിച്ചു. വളരെ വിചിത്രമായ പെരുമാറ്റങ്ങളല്ലേ. 32-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യാക്കോബിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം നമുക്ക് കാണുവാൻ സാധിക്കും. ഏതാനും ചില ചിന്തകൾ അതിൻ്റെ ആരംഭമായി മുഖവരിയായി ഞാൻ പറയട്ടെ. 32-ാം അധ്യായത്തിൽ അവൻ്റെ ജീവിത രൂപാന്തരത്തിൻ്റെ ഒരു തുടക്കം നമുക്ക് കാണാവുന്നതാണ്. എന്നിരുന്നാലും യാക്കോബിൻ്റെ മാനസാന്തരം എന്ന് ഈ 32-ാം അധ്യായത്തിലെ സംഭവത്തെ നമുക്ക് വിളിക്കുവാൻ സാധിക്കില്ല. അവൻ ജഡമയനായി തന്നെ ജീവിച്ചിരുന്നെങ്കിലും അവനൊരു ദൈവമനുഷ്യനായിരുന്നു. ഇക്കാരണം കൊണ്ടാണ് ഒരു വ്യക്തി ദൈവപൈതലാണോ അല്ലയോ എന്ന് വിധിക്കുന്നതിന് മുമ്പ് നാം വളരെ സൂക്ഷിക്കണം എന്ന് ഞാൻ പറയുന്നത്. ബാഹ്യമായ കാഴ്ചപ്പാടിൽ വിശ്വാസികളല്ല എന്ന് നമുക്ക് തോന്നുന്ന പലരും യഥാർത്ഥത്തിൽ ദൈവമക്കൾ തന്നെയാണെന്ന് എനിക്കുറപ്പുണ്ട്. അവർ ദൈവമക്കളാണോ അല്ലയോ എന്നുള്ളത് ദൈവത്തിൻ്റെ കരങ്ങളിലിരിക്കുന്ന കാര്യമാണ്. അവർ ദൈവമക്കളെപ്പോലെ അഭിനയിച്ചില്ലെന്നിരിക്കും. അവർ അങ്ങനെ ആണെന്നുള്ളതിൻ്റെ തെളിവൊന്നും ഒരുപക്ഷെ നമുക്ക് കിട്ടിയില്ലെന്ന് വരാം. ഇവിടെ ഇത് യാക്കോബ് ഇതുവരെയുള്ള അവൻ്റെ ജീവിത രീതികളും ശൈലികളും ഒക്കെ നോക്കിയാൽ ദൈവത്തെ അറിഞ്ഞ ഒരാൾ ജീവിക്കുന്നത് പോലെയാണ് അവൻ ജീവിക്കുന്നത് എന്നതിന് തെളിവൊന്നുമില്ല. ചില വ്യക്തമല്ലാത്ത അവസരങ്ങളിൽ ദൈവം അവന് പ്രത്യക്ഷനാകുകയും അവൻ ഒരു വിധത്തിൽ അതിനോട് പ്രതികരിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ലോകത്തിൽ ദൈവത്തിൻ്റെ പ്രതിനിധിയും സാക്ഷിയുമായിരുന്ന യാക്കോബ് ഒരു മോശമായ സാക്ഷിയായിപ്പോയി. ദൈവത്തെ പ്രതിബിംബിക്കേണ്ട അവൻ വാസ്തവത്തിൽ ഇതുവരെ ചെയ്തത് അതല്ലായിരുന്നു. എന്നാൽ അവന് അങ്ങനെ തുടരുവാൻ സാധ്യമല്ല. അതുകൊണ്ട് ദൈവം അവനോട് ഇടപെടുവാൻ പോവുകയാണ്. അതിനായി ദൈവം യാക്കോബിനെ മുടന്തനാക്കുന്നു. ദൈവം നമ്മയും ഇങ്ങനെ ശിക്ഷണത്തിൽ കൊണ്ടുവരാറുണ്ട്, ഇല്ലേ? ലോത്തും ഒരു ദൈവപൈതലായിരുന്നു എന്ന് പത്രോസിൻ്റെ ലേഖനത്തിൽ നിന്നും നാം മനസ്സിലാക്കിയല്ലോ. എന്നാൽ ഒരു ദൈവപൈതലിനെ പോലെ അല്ല ലോത്ത് കാണപ്പെട്ടത്. വാസ്തവത്തിൽ അവൻ നീതിമാനായിരുന്നു എന്നാണ് പത്രോസ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഞാൻ പറയട്ടെ, ലോത്തിനെ തീയിൽ കൂടി തന്നെ ദൈവം കടത്തിവിട്ടു. സൊദോം ഗൊമോറയിലെ തീയിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടു. എന്നാൽ പരിശോധനകളാകുന്ന തീയിലൂടെ ദൈവം അവനെ കടത്തിവിട്ടു. ഇതത്ര യാക്കോബിൻ്റെ അനുഭവവും. ലാബാൻ്റെ സ്കൂളിൽ യാക്കോബ് ശരിക്കും പാഠങ്ങൾ പഠിച്ചു, അല്ലെങ്കിൽ ലാബാൻ അവനെ പഠിപ്പിച്ചു. അവൻ്റെ സകല ഉപായങ്ങൾക്കും തന്ത്രങ്ങൾക്കും അതേ നാണയത്തിൽ തന്നെ യാക്കോബിന് തിരിച്ചടി കിട്ടി. ദൈവം യാക്കോബിനോട് ഇടപെടുവാൻ പോകുന്ന ആ നിമിഷങ്ങളാണ് ഇനിയും നാം കാണുന്നത്. അതെ, അവനെ അങ്ങനെ നടത്തിയെങ്കിലേ മതിയാകൂ. കാരണം യാക്കോബ് ദൈവത്തെ പ്രതിനിധീകരിക്കുവാനാണ് പോകുന്നത്. ദൈവം അവനോട് ഇടപെടും, അവനിലൂടെ പ്രവർത്തിക്കും. 32-ാം അധ്യായത്തിൽ നാം കാണുവാൻ പോകുന്നത് അതത്രേ. 32-ാം അധ്യായത്തിൻ്റെ മുകളിൽ യെശയ്യാപ്രവചനം 40-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യം എഴുതുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാമോ? അവർ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. വാസ്തവത്തിൽ ഇതാണ് യാക്കോബിൻ്റെ അനുഭവം. യാക്കോബിൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധി ശ്രദ്ധിച്ചാട്ടെ. 32-ന്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ. യാക്കോബ് തൻ്റെ വഴിക്ക് പോയി, ദൈവത്തിൻ്റെ ദൂതന്മാർ അവൻ്റെ എതിരെ വന്നു. യാക്കോബ് അവരെ കണ്ടപ്പോൾ ഇത് ദൈവത്തിൻ്റെ സേന എന്ന് പറഞ്ഞു. ആ സ്ഥലത്തിന് മഹനീം എന്ന് പേരിട്ടു. യാക്കോബുമായി ദൈവം നേരിട്ട് ഇടപെടുവാൻ പോകുന്നു. അവനെ ഫലമുള്ളവനാക്കുവാൻ, ക്ഷമയുള്ളവനാക്കുവാൻ. കൗശലം കൊണ്ടും തരവിരുതുകൊണ്ടും ജീവിക്കാതെ ദൈവത്തിന് നല്ല ശുശ്രൂഷയും സാക്ഷ്യവും നൽകുന്നവനാക്കുവാൻ ദൈവം അവനെ ഒരുക്കുവാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ മാർഗം ശ്രദ്ധിച്ചാട്ടെ. 3 മുതലുള്ള വാക്യങ്ങളിൽ, അനന്തരം യാക്കോബ് ഏദോം നാടായ സെയീർ ദേശത്ത് തൻ്റെ സഹോദരനായി ഏശാവിൻ്റെ അടുക്കൽ തനിക്ക് മുമ്പായി ദൂതന്മാരെ അയച്ചു. അവരോട് കൽപ്പിച്ചത് എന്തെന്നാൽ, എൻ്റെ യജമാനനായ ഏശാവിനോട് ഇങ്ങനെ പറവീൻ, നിൻ്റെ അടിയൻ യാക്കോബ് ഇപ്രകാരം പറയുന്നു, ഞാൻ ലാബാൻ്റെ അടുക്കൽ പരദേശിയായി പാർത്ത് ഇന്നുവരെ അവിടെ താമസിച്ചു. എനിക്ക് കാളയും കഴുതയും ആടും ദാസീദാസന്മാരും ഉണ്ട്. നിനക്ക് എന്നോട് കൃപ തോന്നേണ്ടതിനാകുന്നു യജമാനനെ അറിയിപ്പാൻ ആളയക്കുന്നത്. യാക്കോബ് ഇപ്പോഴും ഉപായി തന്നെയാണല്ലേ. ലാബാനുമായുള്ള പ്രശ്നമെല്ലാം കഴിഞ്ഞിട്ടും യാക്കോബ് അവൻ്റെ തന്ത്രങ്ങൾ വിടുന്നില്ല.
പലപ്പോഴും നാമും ഇങ്ങനെ തന്നെയല്ലേ? ഇപ്പോഴത്തെ യാക്കോബ് സ്വന്തം ദേശത്തേക്ക് മടങ്ങി വരികയാണ്. അവൻ ഒടുവിലായി ഏശാവിനെ കണ്ട രംഗം ഓർക്കുന്നുണ്ടോ? 20 വർഷങ്ങൾക്ക് മുൻപ് ഏശാവ് യാക്കോബിനെതിരെ ഭീഷണി മുഴക്കി നടക്കുകയായിരുന്നു. യാക്കോബ് ദൂതന്മാരെ ഇപ്പോൾ ഏശാവിൻ്റെ അടുത്തേക്ക് പറഞ്ഞയക്കുന്നത് ശ്രദ്ധിക്കുക. എൻ്റെ യജമാനനായ ഏശാവിനോട് ഇങ്ങനെ പറവീൻ, എൻ്റെ യജമാനൻ. അത് കൊള്ളാമല്ലോ. എന്നിട്ട് തന്നെക്കുറിച്ച് തന്നെ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിച്ചോ, നിൻ്റെ അടിയൻ യാക്കോബ്. പണ്ട് യാക്കോബ് സംസാരിച്ചിട്ടുള്ളത് ഇങ്ങനെ ആയിരുന്നില്ല. അവൻ ജ്യേഷ്ഠാവകാശം കൈയടക്കുവാൻ ഏശാവിനെ വശീകരിച്ചു. മാത്രമല്ല, അനുഗ്രഹം മോഷ്ടിക്കുകയും ചെയ്തു. അവൻ വാസ്തവത്തിൽ വഷളനായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇവിടെ അവൻ്റെ ഭാഷ മാറുന്നു. എൻ്റെ യജമാനനായ ഏശാവ്, നിൻ്റെ അടിയൻ യാക്കോബ്. എന്തൊരു വിനയം, എന്ത് സൗമ്യത അല്ലേ! ഇത് കാര്യം കാണുവാനുള്ള കഴുതക്കാല് പിടുത്തമാകുന്നു എന്നാർക്കാണ് മനസ്സിലാകാത്തത്? ഇത്ര പെട്ടെന്നൊരു മാറ്റം ഇവനിൽ വരുവാൻ ഇതിനോടകം ഒന്നും സംഭവിച്ചിട്ടുണ്ടോ? 6-ാം വാക്യത്തിൽ നാം കാണുന്നത്, ദൂതന്മാർ യാക്കോബിൻ്റെ അടുക്കൽ മടങ്ങി വന്നു. ഞങ്ങൾ നിൻ്റെ സഹോദരനായ ഏശാവിൻ്റെ അടുക്കൽ പോയി വന്നു. അവൻ 400 ആളുമായി നിന്നെ എതിരേൽപ്പാൻ വരുന്നു എന്ന് പറഞ്ഞു. അയ്യോ, ഈ വാർത്ത കേട്ട് യാക്കോബിൻ്റെ മുട്ടടിച്ച് കാണും. ഏശാവിൻ്റെ വരവ് എന്തിനാണ് എന്ന് ആർക്കറിയാം? അതും 400 ആളുകളുമായി. 20 വർഷമായി താൻ ആരെ ഭയപ്പെട്ടൊളിച്ചിരുന്നുവോ ആ വ്യക്തിയെ ഇതാ അവൻ നേരിടുവാൻ പോകുന്നു. തൻ്റെ ഉദ്ദേശം ഏശാവ് യാക്കോബിൻ്റെ ദാസന്മാരോട് പറഞ്ഞുമില്ല. പോയി വന്ന ഈ ദാസന്മാരെ യാക്കോബ് ശരിക്കും ചോദ്യം ചെയ്ത് കാണും എന്നത്രേ ഞാൻ ചിന്തിക്കുന്നത്. അവൻ്റെ മുഖത്ത് നോക്കിയിട്ട് എന്നോട് ദേഷ്യമുള്ളതുപോലെ തോന്നുന്നുണ്ടോ? അവൻ്റെ സംസാരം എങ്ങനെയായിരുന്നു? അവൻ ഏതെങ്കിലും വിധത്തിൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന വിധത്തിൽ സംസാരിച്ചോ? ഇങ്ങനെ ഒരു 100,000 സംശയങ്ങൾ. സാധാരണ ഇതുപോലെയുള്ള സാഹചര്യങ്ങളിലെല്ലാം സംശയത്തിൻ്റെ കണ്ണിലൂടെ ആയിരിക്കുമല്ലോ നാം നോക്കുന്നത്. ഏതായാലും യാക്കോബ് ആകെ അസ്വസ്ഥനായിരിക്കുകയാണ്. ഭയം കൊണ്ട് അവൻ്റെ മുഖം വിളറിക്കാണും. താൻ ഉപദ്രവിച്ച, താൻ വഞ്ചിച്ച, കഴിഞ്ഞ 20 വർഷങ്ങളായി യാതൊരു ബന്ധവും ഇല്ലാതിരുന്ന ഒരാൾ 400 ആളുമായി തന്നെ നേരിടാൻ വരുന്നു എന്ന് കേട്ടാൽ ഏത് മനുഷ്യനാണ് പേടിക്കാത്തത്? ഏറ്റവും മോശമായത് മാത്രം തൻ്റെ സഹോദരനിൽ നിന്നും പ്രതീക്ഷിച്ച് യാക്കോബ് വേറൊരു തന്ത്രം മെനയുകയാണ്. കുറ്റബോധമുള്ള ഒരു മനസാക്ഷി എപ്പോഴും സാഹചര്യത്തിൻ്റെ ഒരു ഇരുണ്ട ചിത്രം മാത്രമാണ് നമുക്ക് നൽകുന്നത് എന്ന് മറക്കരുത്. എന്നാൽ ദൈവത്തിൻ്റെ വഴികളെ പലപ്പോഴും നമ്മെ ഞെട്ടിച്ച് കളയുന്നതാണ്. ആ വഴികളിൽ നടക്കാനുള്ള വിനയം നമുക്കുണ്ടോ എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. യാക്കോബിൻ്റെ ജീവിതത്തിൽ അത്തരമൊരു വഴിത്തിരിവാണ് തുടർന്ന് നാം കാണുന്നത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചിന്തിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മഹനീമിൽ യാക്കോബ് കണ്ട ദൈവദൂതന്മാരുടെ ദർശനം രക്ഷ പ്രാപിക്കുന്നവർക്കായി ദൈവം അയക്കുന്ന സേവകാത്മാക്കളുടെ മഹത്തായ ശുശ്രൂഷയെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് മാനസാന്തരത്തോടെ ദൈവത്തിങ്കിലേക്ക് തിരിയുന്ന ഓരോരുത്തരും ദൈവശക്തിയുടെ പൂർണ്ണ സംരക്ഷണത്തിൽ സുരക്ഷിതരാണെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ ജീവിക്കുവാൻ ഈ പാഠങ്ങൾ നമ്മെ സഹായിക്കട്ടെ.